Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Okay, we can start. Who is going to do prayer? Oh, പേരിരുന്ന ഉഷയാണ് മാം. വിരിഞ്ഞു നിന്ന താരിലും പിടർന്നു തോന്തകത്തിലും വിളഞ്ഞിടും പ്രഭാവമേ വിളക്കു ഞങ്ങളിൽ സമസ്ത സുന്ദരോജ്ജല പ്രഭാതകാന്തി ചിന്തിടും സുമങ്ങളായിടാവൂ ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ അഗതമാം നിലാവാനമാം കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്കൂ നിത്യേ നിതാന്തവത്സരോത്സവം വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കൂ ഞങ്ങളിൽ. താങ്ക് യു മാം. Okay, what's next? നീയൊന്നുമില്ലേ? മറന്നുപോയോ? Ma'am, Thornton. Good morning, ma'am. Good morning, my dear friends. My name is Jisha. Today, I would like to share 4 beautiful thoughts of life. First one, look back and get experience. തിരിഞ്ഞു നോക്കൂ, അനുഭവം നേടൂ. വീഴ്ചയിൽ നിന്ന് പാഠം പഠിക്കുക. Means realize your fault. Second, look forward and see hope. മുന്നോട്ട് നോക്കൂ, പ്രതീക്ഷ കാണൂ. തേർഡ് വൺ, ലുക്ക് എറൗണ്ട് ആൻഡ് ഫൈൻഡ് റിയാലിറ്റി. ചുറ്റും നോക്കി യാഥാർത്ഥ്യം കണ്ടെത്തുക. ഫോർ, ലുക്ക് വിതിൻ ആൻഡ് ഫൈൻഡ് യുവർ സെൽഫ്. ഉള്ളിലേക്ക് നോക്കി സ്വയം കണ്ടെത്തുക. ഫോളോ ദീസ് ബ്യൂട്ടിഫുൾ തോട്ട്സ് ഇൻ ലൈഫ് ബൈ ഡോക്ടർ APJ Abdul Kalam. Thank you, ma'am. Okay, very nice. And what's next? What about signing? Signing ഞാനാണ് മാം. Okay, ആര്? രണ്ടുപേരുണ്ടാവില്ലേ? രണ്ടുപേരുണ്ടാവില്ലേ? സൈനിങ് ഒരാളുള്ളൂ. ഒരാളെ ഉള്ളോ? ആ. Okay, please. Two celebrated siblings, and every year 10th April is celebrated as the World Siblings Day to mark the importance of the homeopathy in our lives and the contributions of homeopathy in the World Medicine Day. 10th April is celebrated to World Homeopathy Day. Thank you, ma'am. Importance of the day ആണോ പറഞ്ഞേ? അതെ. You can do like that and signing വരുമ്പോൾ എല്ലാരെയും വിഷ് ചെയ്ത് ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്ത് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ഒരു റിഥമിക് ടോണിൽ വേണം സൈനിങ്. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ സ്റ്റേജിൽ ആങ്കേഴ്സ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേർക്ക് ചാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് ചെയ്യണം. സൈനിങ് 2 പേര്, സൈൻ ഔട്ട് 2 പേര്. കാരണം നിങ്ങൾ പോകുന്നത് പ്രീ സ്കൂളിലേക്കോ അല്ലെങ്കിൽ KG സെഷനിലേക്കോ അല്ലെങ്കിൽ LP വരെ പോകുന്നത് വിചാരിച്ചോ. അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് പെട്ടെന്ന് സെൻസിബിൾ ആയിട്ട് വരുന്നത് അവരുടെ ആ ഒരു സെൻസസിനെ ട്രിഗർ ചെയ്യുന്നത് ആക്ഷൻസ് ആണ്. വേർഡ്സോ ലെറ്റേഴ്സോ ഒന്നുമല്ല, ബോർഡിൽ എഴുതുന്നതോ നമ്മൾ പറയുന്നതോ അല്ല. ആക്ഷൻ ആണ് അവരെ ട്രിഗർ ചെയ്യുള്ളൂ, അവരെ ഇൻസ്പയർ ചെയ്യുള്ളൂ, അവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ സൈനിങ് സൈൻ ഔട്ട്. സോ എവറിബഡി ഹാസ് ടു ഡു. ദിവസം 2 പേര് സൈൻ ഇൻ, 2 പേര് സൈൻ ഔട്ട്. ശരിക്കും ഹോൾ ക്ലാസ്സിനെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത്. അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് 2 പേര്. അത് കോർഡിനേറ്റേഴ്സ് ശ്രദ്ധിക്കണം ആര് 2 പേര് വേണം എന്നുള്ളത്. ഇന്ന് ചെയ്തവര് തന്നെ നാളെ ആവരുത്, മാറിക്കൊണ്ടിരിക്കണം. എല്ലാവരിലും ആ ചാൻസ് വന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാലോ. സ്റ്റെപ്സ് ഒക്കെയാണ് മെയിൻ. അതായത് ആക്ഷൻസ്, നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെയാണ് ശരിക്കും സൈൻ ഇനിലൂടെ സൈൻ ഔട്ടിലൂടെയും ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ.
സോ എനിക്ക് തോന്നുന്നു കുറെ നാളുകളായിട്ട് ക്ലാസ്സിൽ വന്ന പോലെ ഒരു ഫീല്. സോ ഞാൻ നിങ്ങൾക്ക് യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തു, യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്തു. യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്തു. എവിടെയായിരുന്നു ആണെന്നൊന്ന് പറയാമോ? Aims and values of health education. ബേബിയുടെ ശബ്ദം. Sorry, ma'am. എന്റെ ബേബിയുടെയാ ഫോൺ സോറി എന്തിനാ അതിന്? അതിന് സോറി എന്തിനാ? Good morning, ma'am. ഗുഡ് മോർണിംഗ്. Okay, aims and values of health education. Okay, fine. And once again, good morning to all. Like so we were discussing with health and happiness. Yes. Ma'am, the aims and values health education പറഞ്ഞതാ, 5ാമത്തെ വരെ പറഞ്ഞതാ. ആണോ? Okay, okay, fine. പേജ് നമ്പർ ഒന്ന് പറയാം മാം. പേജ് നമ്പർ 5. 5, ഓക്കെ. താങ്ക് യു. വെൽക്കം. Okay, we went through many points of aims and values of health education, and whatever it be, it's a wide spectrum. ഇതൊരു വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് നമുക്ക് 1, 2, 3, 4 പോയിന്റ്സ് കൊണ്ട് നിർത്താവുന്നതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത്, ഹൈജീൻ, അതിന്റെ അവയർനെസ് തരുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ മാക്സിമം ഡേറ്റാസ് കളക്ട് ചെയ്യുക. ഞാൻ വൺസ് അഗൈൻ ഐ എം ടെല്ലിംഗ് ദാറ്റ് യുവർ PDF, ദാറ്റ് മീൻസ് യുവർ ടെക്സ്റ്റ് ഈസ് എ റെഫറൻസ്. വി ഹാവ് ടു എക്സ്പാൻഡ് ദ നോളജ്. നമുക്ക് അതിലുള്ള ഇൻഫർമേഷൻസിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് കളക്ട് ചെയ്യണം. കാരണം മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല, ഒരു സബ്ജക്റ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല, ഒരു ടെക്സ്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ല. അതിങ്ങനെ വൈഡാണ്. ഒരു ലൈഫ് ലേണിംഗ് പ്രോസസ്സാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഔട്ട് ഓഫ് സിലബസ് എന്നൊരു കാര്യമില്ല. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ PDF ഇല്ലല്ലോ, ഈ കാര്യം PDF ഇല്ലല്ലോ, ഇത് ഔട്ട് ഓഫ് സിലബസ് ആണല്ലോ എന്ന് പറയാനുള്ള ഒരു ഇതില്ല നമുക്ക്. കാരണം വെച്ചാൽ നമ്മള് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി അല്ല മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഇത് പോകുന്നത്. സോ മാക്സിമം ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യുക, അതാണ് നല്ലത്. വെൽനസിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നിരുന്നോ? ഒരു ലിങ്ക് ഷെയർ ചെയ്തിരുന്നോ വെൽനസിന്റെ? ഓക്കെ, ഐ ഹോപ്പ് എവ്രിബഡി വെന്റ് ത്രൂ. കാരണം അതൊരു ഭയങ്കര നല്ലൊരു ടോപ്പിക് തന്നെയാണ് വെൽനസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാരും വീട്ടില് ഹെൽത്തും ഹൈജീനും ഒക്കെ നോക്കും, നല്ല ഭക്ഷണം ഉണ്ടാക്കും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. ബട്ട് വെൽനസിന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും പല പല പ്രശ്നങ്ങൾ വരും. പല ഫാക്ടേഴ്സ് നമ്മളുടെ സുഖം, സമാധാനത്തെ ബാധിക്കും അല്ലെ? ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആർ ദയർ. ക്ലൈമറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ സോഷ്യൽ ലെവൽ, നമ്മുടെ ലൈഫിന്റെ സോഷ്യൽ ലെവൽ. അതൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു സർവേ ചെയ്യേണ്ടതായിട്ട് വരും എബൌട്ട് ചൈൽഡ് കെയർ. ഇപ്പോഴല്ല, പാർട്ട് 2 ആവുമ്പോഴേ തരുള്ളൂ. അതായത് ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ, അതാണ് നമ്മളുടെ. അതായത് പലരും പണ്ടത്തെ രീതികളിൽ കുട്ടികളെ നോക്കുന്നു. പണ്ടത്തെ രീതി മോശം എന്നല്ല കേട്ടോ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറുമ്പോൾ ചൈൽഡ് കെയറും നമ്മൾ അതിനനുസരിച്ച് മാറ്റണം. എല്ലാത്തിലും ഒരു അപ്ഡേഷൻ വരണം എന്ന് പറയുന്നത് പോലെ. അപ്പൊ നിങ്ങൾക്ക് പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന പാരന്റ്സിനെ മീറ്റ് ചെയ്യേണ്ടത് വരും. അതും വലിയ കുട്ടികളുടെ പാരന്റ്സിനേക്കാളും ചെറിയ മക്കളുടെ, നമ്മളുടെ ഈ ഒരു ഏജ് 0 years തുടങ്ങിയിട്ട് ഒരു 6 years വരെ വരുന്ന കുട്ടികളുടെ പാരന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ ഒരു കാറ്റഗറി പെടുവാണെങ്കിൽ നമ്മൾക്ക് തന്നെ അനലൈസ് ചെയ്യാം. അങ്ങനെ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സർവേ നടത്തുന്നത് എങ്ങനെയാ? നമ്മുടെ വീടുകളിലൊക്കെ പല കാര്യങ്ങൾക്ക് സർവേക്ക് വരാറില്ല. ഇവരെന്തൊക്കെയാ ചെയ്യാറ്? ചോദ്യങ്ങൾ ചോദിക്കും, ക്വസ്റ്റ്യൻ
നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ സർവേക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യനിയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ബട്ട് അതിനകത്ത് അത്ര റെലവെന്റ് അല്ലാന്ന് തോന്നുന്നതൊക്കെ നിങ്ങൾക്ക് മാറ്റാം, കളയാം, എന്നിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം പുതിയ പുതിയ ക്വസ്റ്റ്യൻസ്. ആ രീതിയിൽ സർവേ ചെയ്യാം. സർവേ ചെയ്യുമ്പോൾ അവർ അതിനകത്ത് എസ് ഓർ നോ ഉണ്ട്, സംടൈംസ് അങ്ങനെ കാണാം അല്ലെ. അതായത് ഇപ്പോ നിങ്ങള് കുട്ടികളുടെ കൂടെ ഇരുന്ന് TV കാണാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ സംടൈംസ്, എപ്പോഴും ഇല്ലെങ്കിലും പലപ്പോഴും, അങ്ങനെ പല ആൻസറും വരാലോ, ഒരു മോഡറേറ്റ് ആൻസേഴ്സും വരാം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ക്വസ്റ്റ്യൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് അതിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് അത്ര ഇമ്പോർട്ടന്റ് അല്ലാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കളയാം, നിങ്ങൾക്ക് അഡീഷണൽ ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് സീനിയർ ബാച്ചിലെ കുട്ടികൾ. ഓക്കെ, ഞാൻ മിനിമം 5 പാരന്റ്സ് ആണ് പറയുന്നത്. പലരും 10, 15, 20 പാരന്റ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു ഡേറ്റയുടെ അനാലിസിസ് അറിയണമെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരെ മീറ്റ് ചെയ്യണം. 1 or 2 പേരുടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് സർവേ ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ ഒരു വാർഡിലെ സർവേ എന്ന് പറയുമ്പോൾ ആ വാർഡിലൊരു 100-150 ഫാമിലി ഉണ്ടെങ്കിൽ അത്രയും പേരുടെ കിട്ടും. ഞാൻ പറയുന്നത് മിനിമം 5 പാരന്റ്സ് എന്നാണ്. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആവാം. അപ്പൊ ഒരു ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടി ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന ആളുകളുടെ പാരന്റ്സിന്റെ ഡേറ്റ കളക്ട് ചെയ്തു അബൌട്ട് ചൈൽഡ് കെയർ. അതൊക്കെ ഞാൻ കുട്ടി പറയുന്നത് ഇത് കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യമല്ല, ഇതിങ്ങനെ ഇനിയും അത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തേണ്ട ഒരു പ്രോസസ് ആണെന്നും പറഞ്ഞ് ആ കുട്ടി അത് വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുക. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അതൊരു പ്രോജക്ട് റിപ്പോർട്ട് പോലെയൊക്കെയാണ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് സർവേ ചെയ്യുന്നതിലൂടെ പല കാര്യങ്ങളും മനസ്സിലാകും. പാരന്റ്സ് കുട്ടികളോടുള്ള അപ്രോച്ച് എങ്ങനെയാണ്, പിന്നെ നമ്മളുടെ ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ടായിരിക്കും. ഞാൻ കുട്ടികളോടൊപ്പം എങ്ങനെയൊക്കെ പെരുമാറണം, ഞാൻ എവിടെയെങ്കിലും മാറാനുണ്ടോ, ഇതുവരെയുള്ള ഞാനാണോ നാളെ ആവേണ്ടത്, അല്ലെങ്കിൽ ഇനി തുടങ്ങി ആകേണ്ടത്. പേജ് നമ്പർ 5 എന്തോ പറഞ്ഞായിട്ട് ഒന്ന് പേജ് നമ്പർ ഒന്ന് പറഞ്ഞേക്കൂട്ടോ. കാരണം എന്റെ എനിക്ക് പേജ് നമ്പർ ഇല്ല. 5ഉം 6ഉം കൂടെ കൂടുന്നതാണ്. 5ഉം 6ഉം കൂടെ കൂടുന്നതാണ് ഞങ്ങളുടെ പുസ്തകത്തില്. മാം പറയണ ഇപ്പൊ 6 ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതായത് എയിം ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതാണ് നമ്മുടെ ടോപ്പിക്. അതിൽ നമ്മൾ 5 പോയിന്റ്സ് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അതെ മാം. ഓക്കെ, സോ 6 പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് അതാണ്. പേജ് നമ്പർ 5 or 6? ഓക്കെ, 6 പോയിന്റ് റീഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഓഡിയോ നല്ല ക്ലിയർ ആയിട്ടുള്ളവരെ, ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ആരെങ്കിലും? എനിവൺ പ്ലീസ്? യെസ് മാം, ഞാൻ വായിക്കാം. യെസ് മാം, ഞാൻ വായിക്കാം. വായിച്ചോളൂ. ടോപ്പിക് ഏതാണെന്ന് ചോദിക്കുന്നത് ഒന്ന് പറയട്ടെ. മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ലെ യൂണിറ്റ് 2 ആണ് എടുക്കുന്നത്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അഞ്ചാമത്തെ പേജില് 6 പോയിന്റാ വരുന്നത്. അതിനുശേഷം വരുന്നത് 6ാമത്തെ പേജിലാ. പ്ലീസ് റീഡ്. To provide information about health and hygiene, it aims at introducing the pupils and the teachers with the functioning of the body, the rules of health and hygiene, and the preventive measures for warding of disease. It is to be noticed to the pupils how bad habits, unhygienic ways of living, addiction to smoking and liquor and such unhealthy practices results in wrong consequence, betterment of human relationships, particularly from the standpoint to remain norms of good health. It helps to school authority to keep certain principles of health in school. A number of programs of good health growth in the pupil, sufficient habits of hygiene, atmosphere such as
cleanliness, etc. To make precautions and preventive measure. Its aim is to take good precaution against pollution and spread of disease. So good hygiene arrangements are made. Urinals and toilets are kept clean. Sweeping is done daily, and the rooms and the furniture are kept neat and tidy. The edibles in the tuck shops are saved from fires. To take corrective measures. എക്സ്ക്യൂസ് മീ, ഏതാ വായിക്കുന്നത്? തേർഡ് പോയിന്റ് ആണോ വായിക്കുന്നത്? Yeah, ma'am. Actually, she has to read the 5th point, no, ma'am. I will not understand what she's reading. Yeah, yes. I was searching where it is actually. Actually, it's okay, no problem. So we will do one thing. We will just revise that points, okay? And please wait for me. I was just searching where it is. എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുണ്ടായില്ലായിരുന്നു. ടച്ച് ഷോപ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായി അത് തേർഡ് പോയിന്റ് ആണെന്നുള്ളത്. So actually we are just we went through all these points last class. That is aims and values of health education. The first one was we have to provide information about health and hygiene. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് എന്തായാലും മാർഗം ഉണ്ടാകും. ദാറ്റ് ഇസ് ദ റൂട്ട്, മീൻസ്. ഇവിടെ നമ്മളുടെ എയിം എന്ന് പറയുന്നത് ഹെൽത്ത് ആണ്, ആൻഡ് ദ മീൻസ് മാർഗം, റൂട്ട് എന്ന് പറയുന്നത് ഹൈജീൻ ആണ്. സോ ഹെൽത്ത് ഈസ് ദ എയിം, ദെൻ ദ മീൻസ്, റൂട്ട് ഈസ് ഹൈജീൻ. അങ്ങനെയാണ് പോകുന്നത്. സിമിലർലി മെന്റൽ ഹെൽത്ത് ആണെങ്കിലും മെന്റൽ ഹൈജീൻ ആണെങ്കിലും, മെന്റൽ ഹെൽത്ത് ആണ് എയിമെങ്കിൽ അതിന്റെ റൂട്ട്, അതിന്റെ മീൻസ് എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ ആണ്. സോ അതിനു വേണ്ടിയിട്ട് പല പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം, പിന്നെ പ്രിക്വേഷൻസ് എടുക്കണം, പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം. നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ലൈക്ക് ദാറ്റ് നമ്മൾ കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ എടുക്കാറുണ്ട്, കുട്ടികളുടെ ക്ലെൻലിനെസ്സിൽ നല്ല ശ്രദ്ധ കൊടുക്കാറുണ്ട്, വീട്ടിലെ ഹൈജീൻ ശ്രദ്ധിക്കും, വീടും പരിസരവും നല്ല ക്ലീൻ ആയിരിക്കാനായിട്ട് നോക്കും. എവറിത്തിങ് വി ആർ യൂസിങ് ഷുഡ് ബി ഇൻ എ ഹൈജീൻ വേ. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നല്ലപോലെ ഫുഡ് കുക്ക് ചെയ്യുന്നത് ഹൈജീൻ ആയിട്ട് തന്നെ കുക്ക് ചെയ്യും, അത് ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കും. വാട്ടർ ആണെങ്കിലും ക്ലീൻ വാട്ടർ ആണെന്ന് ഉറപ്പുവരുത്തും, അത് ക്ലോസ്ഡ് ആയിട്ട് സൂക്ഷിക്കും. പിന്നെ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് ഫ്ലൈസ് ആണ്, ഈച്ചകള്, അല്ലെ? നമുക്ക് കാണാനും പറ്റില്ല, അതിനെയൊക്കെ നശിപ്പിക്കാന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോ ഫ്ലൈസ് അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം അടച്ചു സൂക്ഷിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ വി ആർ ഫിസിക്കലി ഫിറ്റ്, അല്ലെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യമൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും സംടൈംസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു കൺട്രോൾ അവർ ഇമോഷൻസ്. അത് ഒരു കൊച്ചുകുട്ടിയുടെ കാര്യമാകുമ്പോൾ ഇറ്റ്സ് വെരി ടഫ്. അപ്പൊ അവർക്ക് അത് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുവാണെങ്കിൽ ദേ വിൽ ഷെയർ എവറിത്തിങ്. അവരെന്തെങ്കിലും രീതിയിലുള്ള കൺഫ്യൂഷൻസ് അവരുടെ മനസ്സിൽ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നു, അങ്ങനെ ഒരു സ്ട്രെസ് വന്നു, അത് നമ്മളോട് പറയാനുള്ള ഒരു സ്പേസ് അവർക്ക് ഉണ്ടാവണം. നമ്മുടെ മക്കളാണെങ്കിലും, നമ്മുടെ ചിലർക്ക് ചെറിയ സിബ്ലിങ്സ് ഉണ്ടാവുമായിരിക്കും, അവരാണെങ്കിലും കസിൻസ് ആണെങ്കിലും നമ്മുടെ വീടിന് അടുത്തുള്ളവരാണെങ്കിലും ആർക്കും നമ്മളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ പറയില്ലേ, അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. സോ ഒരു സ്പേസ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ്സ് വെരി നൈസ്. അപ്പോ അങ്ങനെ ചെയ്യാം. അതേസമയം പേടിപ്പിച്ചൊക്കെ നിർത്തുവാണെങ്കിൽ അവര് ഹൈഡ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് പേടിയായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തന്നെ. നമ്മൾ വഴക്ക് പറയും അല്ലെങ്കിൽ പണിഷ് ചെയ്യും എന്നൊക്കെയുള്ള പേടി കാരണം അപ്രോച്ച് ചെയ്യാൻ വിഷമായിരിക്കും. അപ്പൊ ആ ഒരു കുട്ടികളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഇറ്റ്സ് ലൈക്ക് എന്ത് പറഞ്ഞാലും ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവര് നമ്മുടെ അടുത്ത് നിന്ന് പലതും ഹൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അവർക്ക് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് വെന്റിലേറ്റ് ചെയ്യണമെങ്കിൽ അവര് ചൂസ് ചെയ്യുന്ന മാർഗം, മീഡിയം എന്ന് പറയുന്നത് പലപ്പോഴും റോങ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഉണ്ട്, അവരുടെ സമപ്രായക്കാര് പിയർ ഗ്രൂപ്പ് ചിലപ്പോൾ സംടൈംസ് ദേ വിൽ സപ്പോർട്ട്, ബട്ട് എങ്ങനെയുള്ള പിയർ ഗ്രൂപ്പ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മളുടെ കുട്ടികളുടെ ഫ്രണ്ട് സർക്കിൾ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യുക, അവരുടെ പാരന്റ്സുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ പല ഇതിൽ നിന്നും നമുക്ക് അവരെ ഒഴിവാക്കാനായിട്ട് പറ്റും, അവരെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ അത് നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് വാസ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾസ്.
കുട്ടികളുടെ ഇടയ്ക്ക്, സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അവർക്ക് ആ ഒരു ഫീല് വരണം. ദാറ്റ് ഐ ആം കമ്മിറ്റഡ് ടു ദ സൊസൈറ്റി, ഐ ആം ടേക്കിംഗ് ഓൾ ദ റിസോഴ്സസ് ഫ്രം ദ എൻവയോൺമെന്റ്. അല്ലെ, നമ്മൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മളുടെ മദർ നേച്ചർ തരുന്നുണ്ട്. വെള്ളം, ഫുഡ് ഐറ്റംസ്, അല്ലെ, അങ്ങനെ പലതും നമുക്ക് നമ്മുടെ നേച്ചറിൽ നിന്ന് കിട്ടുന്നുണ്ട്, എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ എൻവയോൺമെന്റിനോട്. സോ അത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കുട്ടികൾക്ക് തോന്നുക. ആ മരം നട്ട് വെച്ച് പിടിപ്പിക്കുക. അപ്പൊ അതിന്റെ ഇത്, കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം പല നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകാൻ കാരണം പലപ്പോഴായിട്ട് നടക്കുന്ന ഈ ഡീഫോറസ്റ്റേഷൻ, അതിന്റെ പ്രശ്നങ്ങളൊക്കെയാണ്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, അങ്ങനെ വരുമ്പോൾ മണ്ണൊലിപ്പ് ഉണ്ടാവുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു, അങ്ങനെ സോയിൽ ഇറോഷൻ ഒക്കെ സംഭവിക്കാൻ ഒരു മെയിൻ കാരണമൊക്കെ അതായിരിക്കാം. പിന്നെ സംടൈംസ് ഇറ്റ് ഇസ് ലൈക്ക് ഈ എന്താ പറയാ, ഡ്രൈനസ്, അങ്ങനെ ഇത് വെള്ളം കിട്ടാതെ വരിക, സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ, ഡ്രോട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, വരൾച്ച, അതൊക്കെ ഉണ്ടാകാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്റെ ചില പ്രവൃത്തികൾ കൊണ്ടാണ്. സോ അങ്ങനെ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ they will think that yes, I have committed to the society, I have to take care of the fellow beings. ആ സൊസൈറ്റിയിലുള്ള മറ്റുള്ള ആളുകളെ ഞാൻ ടേക്ക് കെയർ ചെയ്യണം. അവരുടെ എന്തെങ്കിലും നീഡ്സ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ I have to do it. സ്കൂളുകളുടെ NSS പ്രോഗ്രാംസ്, പല രീതിയിലുള്ള ക്യാമ്പ്സ്, കോമൺ മീൽസ്, അതൊക്കെ സംഘടിപ്പിക്കാറില്ലേ? അതായത് ഇപ്പോ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുന്നു, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, അവരെ കേൾക്കുന്നു. അവർക്ക് സംസാരിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. ഫുഡിനേക്കാൾ അവർക്ക് ഇമ്പോർട്ടൻസ് അതായിരിക്കും. അവരെ കാണാൻ ആരെങ്കിലും വരുന്നതും സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അടുത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിശേഷ അവസരങ്ങളിൽ ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഇതുപോലെ കുട്ടികൾ മാത്രമല്ല കുട്ടികളുടെ ഹോമൊക്കെ ഉണ്ടാവൂലേ, അവിടെ പോയി ട്യൂഷൻ എടുത്ത് കൊടുക്കുവോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ട്രിവാൻഡ്രത്ത് അമ്മത്തൊട്ടിലിൽ ഇതുപോലെ കുറേ കോളേജ് സ്റ്റുഡൻസ് പോയിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കും. സർവീസ് ആണ് കേട്ടോ, പെയ്ഡല്ല, ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കും. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ഇടയ്ക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, അവരോട് സംസാരിക്കും. അവർക്ക് മെയിൻലി ആരെങ്കിലും വരണം, സംസാരിക്കണം. എപ്പോഴും ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരു ഏജ് ആണല്ലോ ഓൾഡ് ഏജ് ആവുമ്പോഴേക്കും. നമ്മളുടെ ഈ ഒരു ഏജിൽ എന്ന് വെച്ചാൽ നമ്മൾ ബിസി ലൈഫാണ്, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് ഈവൻ ദോ നമ്മൾ എപ്പോഴെങ്കിലും ലോൺലി ആയാലും നമുക്ക് ആ ലോൺലിനെസ് ഫീൽ അത്രയും തോന്നില്ല. പക്ഷെ പ്രായമായി ഇതുപോലെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ആവുന്നവര് നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സിനെയൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യും. അവരെ അങ്ങനെ ഒരു ലോൺലിനെസ്സിലേക്ക് നമ്മൾ എന്തായാലും വിടില്ല. കാരണം നമ്മൾ അവരെ ഇൻവോൾവ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി ആണല്ലോ. ബട്ട് ഇതുപോലെ ആരുമില്ലാതെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ആയിരിക്കുന്നവർക്ക്, അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഡേ തന്നെ ഭയങ്കര വളരെ വിഷമം പിടിച്ച ഡേ ഒക്കെ ആയിരിക്കും. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സോ യു പീപ്പിൾ ക്യാൻ ഡു. ഒറ്റയ്ക്ക് ചെയ്യാം, ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ അടുത്തടുത്തുള്ളവരൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് പോയിട്ട് ചെയ്യാം. നമുക്ക് കാശൊന്നും കൊടുക്കാനൊന്നും നമുക്ക് ഉണ്ടാവില്ലായിരിക്കും. ബട്ട് അവിടെ പോയിട്ട് അവരുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം വിത്ത് പെർമിഷൻ കേട്ടോ. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം. ശരിക്കും അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുമ്പോൾ കുട്ടികൾക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും അവർ കെയർ ചെയ്യുന്നില്ല അല്ലെ. ചുറ്റും നടക്കുന്ന കാര്യങ്ങള് എന്തൊക്കെ നശിപ്പിക്കാനും ഈ സ്കൂളുകളൊക്കെ കഴിയുന്ന ലാസ്റ്റ് ഡേ ഡെസ്കും ബെഞ്ചും ഒക്കെ നശിപ്പിച്ച് അങ്ങനെ ഒരു ഡിസ്ട്രോയിങ് നേച്ചർ ഉണ്ട് കുട്ടികളിൽ, ചില കുട്ടികളിൽ കേട്ടോ. അത് അങ്ങനെ ഒരു നിങ്ങളത് പഠിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ചാപ്റ്റർ ഉണ്ട് സൈക്കോളജി പാർട്ടിൽ, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതായത് നോർമൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർഫെക്റ്റ് എന്നോ ഭയങ്കര സൂപ്പർ നോളജ് ഉള്ള ആളെന്നോ ഒന്നുമല്ല. നോർമൽ കിഡ് അല്ലെങ്കിൽ നോർമൽ ചൈൽഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങള് നല്ല ഭംഗിയായിട്ട് ഒരു ആക്ടിവിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആളുകളെയോ സ്ഥലങ്ങളെയോ സറൗണ്ടിങ്സിനെയോ ഡിസ്റ്റർബ് ചെയ്യാതെ അതിരുന്ന് ചെയ്യുന്നു. അതിന് അരമണിക്കൂറോ 1 മണിക്കൂറോ അവൻ എടുക്കുന്ന ടൈം ഏറ്റവും കുറവായിരിക്കണം അങ്ങനെയൊന്നുമില്ല. ലീസ്റ്റ് ടൈമിൽ ചെയ്തു തീർക്കണം എന്ന് കോമ്പറ്റീഷൻ ഒന്നുമല്ല. പക്ഷെ അവന്റെ ഒരു റേറ്റില്, അവന്റെ പേസില്, അവന്റെ സ്പീഡില് അവൻ ഇരുന്നത് ചെയ്യുന്നു. ആ സറൗണ്ടിങ്സിനെ അവൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഒന്നും നശിപ്പിക്കുന്നില്ല, മറ്റു ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കും. ആ രീതിയിലുള്ള കുട്ടികളെയാണ് മറിയ മോണ്ടിസോറി നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. അതിനൊരു വേറൊരു വേർഡ് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? പ്രൊട്ടക്റ്റീവ്. അപ്പൊ പ്രൊട്ടക്റ്റീവ് സിറ്റിസൺ ആയിട്ട് മാറണം ഓരോ കുഞ്ഞുങ്ങളും. അങ്ങനെ ആവുമ്പോഴാണ് സൊസൈറ്റി ഡെവലപ്പ് ആവുള്ളൂ.
അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പല കാര്യങ്ങളും അവര് വളരെ സെൽഫിഷായി യൂസ് ചെയ്ത് സൊസൈറ്റിക്ക് ഹാം ആകുന്ന രീതിയിലോ സൊസൈറ്റിയിലെ മറ്റു ഫെലോ ബീയിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലോ ഒക്കെ ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ട് സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആകുന്ന കുഞ്ഞുങ്ങളായിട്ട് മോൾഡ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റിയിലെ കുട്ടികളായിട്ട് വരണം. ഇതൊന്നുമല്ലാതെ ഭയങ്കര ഡിസ്റ്റർബിങ് നേച്ചർ, ഡിസ്ട്രോയിങ് നേച്ചർ, അജിറ്റേറ്റീവ്, അങ്ങനെ എന്താ പറയാ ഭയങ്കര വയലന്റ് ആയിട്ട് അങ്ങനെയൊക്കെ കുട്ടികളെ നമ്മൾ കാണും. അവരെയാണ് ഡീവിയേറ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ഹാവ് ടു സെപ്പറേറ്റ് ദം. അവരെ നമ്മൾ സെപ്പറേറ്റ് ആക്കി നിർത്തണം എന്നുള്ളതല്ല അതിന്റെ മീനിങ്. നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേറ്റഡ് കുട്ടികളെ നോർമലൈസ്ഡ് കുട്ടികളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് നമ്മൾ ഈ മെത്തേഡ് മനസ്സിലാക്കുന്നത്. ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. സോ അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെ ഭയങ്കര അജിറ്റേറ്റഡ്, ഡിസ്റ്റർബിങ്, ഡിസ്ട്രോയിങ്, അല്ല കൈ കിട്ടുന്നൊക്കെ വൽച്ചർ ചെയ്ത് നശിപ്പിക്കുന്ന കുട്ടികളെയൊക്കെ എങ്ങനെ നമ്മൾ നോർമലൈസ്ഡ് ആക്കും, ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കും? അവിടെയാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മള് ക്രിയേറ്റീവായിട്ട് ഉണരണം. നമ്മളപ്പൊ ചിന്തിക്കണം, ഇവരെ എന്ത് ചെയ്താൽ ഇവരടങ്ങിയിരിക്കും? അടി കൊടുക്കാനോ അങ്ങനെ വഴക്ക് പറയാനോ അതല്ല ഉദ്ദേശിച്ചത്. എന്ത് ആക്ടിവിറ്റി കൊടുത്താൽ ഇവരടങ്ങിയിരിക്കും? ചില ടീച്ചർമാര് കണ്ടിട്ടില്ലേ, ക്ലാസ്സിൽ ഭയങ്കര നോട്ടി ആയിട്ടുള്ള കുട്ടിയെ പിടിച്ചങ്ങ് ലീഡർ ആക്കും അല്ലെ. അപ്പോഴേക്കും അവനങ്ങ് ഒതുങ്ങും. ഞാൻ എന്തോ ആയെന്നുള്ളൊരു സന്തോഷമൊക്കെ ആയി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. സോ അതുപോലെ നമ്മൾ ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ അവരുടെ ഇഷ്യൂസ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് അവനെ അതിനനുസരിച്ച് ആക്ടിവിറ്റി കൊടുക്കണം. മോണ്ടിസോറി മെത്തേഡില് നമ്മളൊരു കുട്ടിക്ക് നമ്മളായിട്ട് ആക്ടിവിറ്റി കൊടുക്കരുത്, അവരായിട്ട് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ദ കേസ് ഓഫ് നോർമൽ കിഡ്. അത് നോർമൽ കുട്ടികളുടെ കാര്യമാണ്. ഡീവിയേറ്റഡ് ആയവരെ നോർമൽ ആക്കുന്നത് വരെ നമുക്ക് ഇടപെടാം, ഇന്റർവ്യൂ ചെയ്യാം, എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാം. ഇനി ആ ഒരു സെഷനൊക്കെ വരുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോ ഇവിടെ സിവിക് റെസ്പോൺസിബിലിറ്റി വന്നപ്പോ ഞാൻ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ ആവശ്യമാണ് അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ കുട്ടികളിലെ പല ബിഹേവിയറൽ ഇഷ്യൂസ് കാണുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ കാണുന്നു. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട് അഡോളസൻസ്, ഞാൻ കണ്ടില്ല, കണ്ടൊരു റിവ്യൂ കേട്ടതനുസരിച്ച് ഇറ്റ്സ് നത്തിങ് ബട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഹസ്ബൻഡ് ഇവിടെ കണ്ടു. അപ്പൊ ഹസ്ബൻഡിന്റെ ഒരു റിവ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഹസ്ബൻഡ് ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച ചില പ്രശ്നങ്ങൾ സ്വന്തം മക്കൾക്ക് ഉണ്ടാകരുത് എന്ന രീതിയിൽ അവരോട് പെരുമാറിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു സിംഗിൾ ഒറ്റ ആളാണ്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റ ആളാണ്. അവർ അത്യാവശ്യം അന്നത്തെ കാലഘട്ടത്തിൽ ഫിനാൻഷ്യലി ഒക്കെ നല്ല സൗണ്ട് ആയിരുന്നു. ലൈക്ക് ബാക്കിയുള്ള കുട്ടികളെ അപേക്ഷിച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛൻ ഗൾഫിലായത് കാരണം. പക്ഷെ എന്താ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി ഒരു കെയർ, ആ ഒരു അഫെക്ഷൻ കിട്ടേണ്ട പ്രായത്തില് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു. അതിൻ്റെതായ പ്രോബ്ലംസ് ആൾക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അന്നത്തെ 48 ആയ ആൾക്ക്, അപ്പൊ ആ ഒരു 77 സമയത്ത് ഉണ്ടായ ആളാണ്. ആ ഒരു ടൈമില് ഐസ്ക്രീം എന്നൊക്കെ പറയണത് വളരെ റെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പൊ എന്ത് ഫംഗ്ഷന് ചെന്നാലും നമ്മളും വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിക്കും, പുറത്തു പോയാലും നമുക്ക് കഴിക്കാം, നമുക്ക് ലാവിഷായി കിട്ടുന്നുണ്ട്. അപ്പൊ അന്ന് ഐസ്ക്രീം വാങ്ങിച്ച് കുട്ടികൾക്ക് പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണല്ലോ. ഈ ഐസ്ക്രീം വാങ്ങിച്ചു തരാനായിട്ട് ഭയങ്കരമായിട്ട് ആള് പ്ലീഡ് ചെയ്യുമായിരുന്നു അത്രേ. ഒറ്റ മോനാണ്, അവർക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നതിൽ അവർക്ക് നഷ്ടങ്ങളൊന്നുമില്ല, കാരണം ഫിനാൻഷ്യലി വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഫാമിലി ആയിരുന്നു. അപ്പൊ ഇത് കുറേ പറയുമ്പോഴാണ് വല്ലപ്പോഴും ഒരിക്കൽ അത് ചെയ്തു കൊടുക്കുന്നത്, വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പം അത് ഇപ്പോഴും പറയുമ്പോ ആൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അങ്ങനെ ഒരു ട്രോമയൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങോട്ട് ചോദിക്കും, ഐസ്ക്രീം വേണോ, ഞാൻ വാങ്ങിയിട്ട് വരട്ടെ എന്ന്. കാരണം ആ ഒരു ഓർമ്മയാ, പണ്ട് എനിക്ക് കിട്ടാതിരുന്നു. സോ ഇപ്പൊ എനിക്ക് എന്റെ മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സോ അവർക്കത് കൊടുക്കണം, അങ്ങനെ ഒരു ഫീല്. അതൊക്കെ അങ്ങനെയുണ്ട്. അപ്പൊ അതാണ് ഇപ്പം ഈ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ കാലഘട്ടങ്ങൾ ഓരോന്ന് മാറി വരികയാണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ വിചാരിക്കാത്ത പല പ്രശ്നങ്ങളായിരിക്കും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന അഡോളസന്റ് ഗ്രൂപ്പിലാണ്. നമുക്ക്
ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവും. കാരണം മുന്നിലിരിക്കുന്ന 6ാം ക്ലാസ്സുകാരൻ 7ാം ക്ലാസ്സുകാരൻ സൂയിസൈഡ് തോട്ട് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ട്രൈ ചെയ്തവരുണ്ട്, അറ്റംപ്റ്റ് ചെയ്തവരുണ്ട്, അങ്ങനെയൊക്കെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ. അപ്പൊ അവരെന്താണ് സ്ട്രെസ് അനുഭവിച്ചിട്ടായിരിക്കും അവർ ആ സൂയിസൈഡ് തോട്ട് അവർക്ക് വരുന്നത്, അവരത് ട്രൈ ചെയ്യുന്നത്. അതാണ് കുഞ്ഞുങ്ങൾക്ക് പല പല പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. പണ്ടത്തെ കാലഘട്ടമല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വീട്ടിൽ കുറെ ആൾക്കാരുണ്ടാവും ശ്രദ്ധിക്കാൻ, ആ നാട്ടിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതില്ല. ആർക്കും ആരെയും പരസ്പരം അറിയില്ല. ഈവൻ ശ്രദ്ധിക്കാൻ വന്നാൽ തന്നെ ഇവര് തിരിച്ച് ചോദിക്കാനും പോവും, അവരുടെ പാരന്റ്സും ചോദിക്കാൻ പോവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണല്ലോ ഇപ്പോഴുള്ളത്. അപ്പോ ഇവരില് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞുങ്ങളില് ചെറുപ്പത്തിലുള്ള പല കാര്യങ്ങളും ഇവർക്ക് ട്രോമയായിട്ടിരിക്കും. നമുക്കത് മായ്ച്ചൊന്നും കളയാൻ പറ്റില്ല. കാരണം ഇവരുടെ മെമ്മറിയിൽ അത്രയും അത് പതിഞ്ഞിട്ടുണ്ടാവും, ഇംപ്രഷൻ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഈവൻ നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു സോറി പറയുന്നതിൽ ഒരു തെറ്റില്ല. അത് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു അവരങ്ങ് ഭയങ്കര നമ്മളെ വളരെയധികം ഉൾക്കൊള്ളും. അവരുടെ ഫീലിങ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തു എന്നുള്ളൊരു ഫീല് വരും. അവരും ഒരു ഇൻഡിവിജ്വൽ ആണ്, അവർക്കും പേഴ്സണാലിറ്റി ഉണ്ട്. അല്ലാണ്ട് കുട്ടിയാണെന്ന് കരുതി ഞാൻ പറയുന്ന പോലെ ആ ഒരു രീതിയല്ല. വി ഹാവ് ടു റെസ്പെക്ട് ദം ഓൾസോ, ദെയർ ഫീലിങ്സ് ഓൾസോ, ദെയർ ഇമോഷൻസ് ഓൾസോ. ഓക്കെ, അപ്പൊ അങ്ങനെ സിവിക് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾ പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ചും അവയർനെസ് അവർക്ക് കിട്ടുവാണ്, ലൈക്ക് സോഷ്യൽ ക്രൈംസ്. പിന്നെ അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ എവിടെയെങ്കിലും ഒന്ന് തുപ്പോ കയ്യിൽ നിന്നതിന് താഴെ വീണാൽ തന്നെയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ, അല്ലെ? ഇപ്പൊ തന്നെ കണ്ടില്ലേ MG ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്ന് എന്തോ എറിഞ്ഞത്, ഇത്രയും ഫൈൻ അടയ്ക്കേണ്ട വന്നു എന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടിന്റെ സംഭവിച്ചു. അവര് കാറിൽ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പൊ കാറിൽ ഇരുന്നുകൊണ്ട് ടിഷ്യൂ എന്തോ എടുത്ത് തുടച്ചിട്ട് ടിഷ്യൂ താഴേക്ക് ഇട്ടതാ കാറിന്റെ വിൻഡോയിലൂടെ. അപ്പൊ ഒരു റെസിഡൻസ് അസോസിയേഷൻ ആയിരുന്നു, അവരപ്പൊ തന്നെ പിടിച്ചു, 2500 ഫൈൻ അടപ്പിച്ചു. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെയൊക്കെ ഏരിയയിൽ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ നാട് ഇത്രയും ഡേർട്ടി ആവില്ല. ചില ഭാഗങ്ങളെ ഭംഗിയുള്ളൂ, ചിലയിടത്ത് ഭയങ്കരമായിട്ട് മാലിന്യ കൂമ്പാരങ്ങളാണല്ലേ. ഇതെല്ലാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കാം. പിന്നെ സ്നീസ് ചെയ്യുമ്പോഴും കഫ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് ആകുന്ന രീതിയിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീഫ് ഉണ്ടെങ്കിൽ മറിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് കൈകൊണ്ടെങ്കിലും ഇങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെയുള്ള ഒരു മാനേഴ്സ് അതൊക്കെ അവരെ പഠിപ്പിക്കാം. നിങ്ങൾക്ക് കുട്ടികളെ മാനേഴ്സ് അതുപോലെ തന്നെ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. എന്തായാലും നമ്മളെ റെക്കോർഡില് ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് ഇതൊക്കെ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറെ റൈംസ് എഴുതാം, സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാം, ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനനുസരിച്ച് മാസ്ക് ഉണ്ടാക്കാം. ഏതോ ക്ലാസ്സിലെ കുട്ടികള് വിരലില് വെക്കുന്ന രീതിയിൽ കൊച്ച് മാസ്ക്, ഇപ്പം ലൈക്ക് ലയണിന്റെയും റാബിറ്റിന്റെ ഒക്കെ സ്റ്റോറി വന്നപ്പോ ലയണിന്റെ ചെറിയത് അങ്ങനെ ഫിംഗേഴ്സിൽ വെച്ചിട്ട് അവർ ആ സ്റ്റോറി നറേറ്റ് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് സൈൻ ഔട്ടിലൊക്കെ ചെയ്തതാ. സൈൻ ഔട്ടിലും സൈൻ ഇന്നിലും ഒക്കെ അങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് വീഡിയോ ഓൺ ചെയ്ത് നമ്മളൊരു സ്റ്റോറി, അപ്പൊ ഇത് ഹെൽപ്പ് ചെയ്യും വെൻ യു ഗോ ഫോർ ടീച്ചിങ് പ്രാക്ടീസ്. ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും പേരുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു ഡു ഇറ്റ് ഫ്രണ്ട് ഓഫ് കിഡ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം ചാൻസസ് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു പറഞ്ഞത് വാല്യൂസ് കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ്, ഇൻസൈഡ് ദ സ്കൂളിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്യണം എന്നാണ് നെക്സ്റ്റ്. സോ ഐ തിങ്ക് കുറെ നേരമായിട്ട് ഞാൻ സംസാരിക്കണോ. സോ പ്ലീസ് റീഡ് ദിസ് ആൻഡ് മേഘന, ഇഫ് യു കുഡ് എക്സ്പ്ലെയിൻ ദിസ് പ്ലീസ് ഡു. ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്യുക, എന്നിട്ട് മേഘന അത് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പ്ലീസ് എക്സ്പ്ലെയിൻ. പെട്ടെന്നൊരു പേര് മനസ്സിൽ വന്നു, അങ്ങനെ മേഘന എന്ന് പറഞ്ഞാണ് കേട്ടോ. മേഘന റെഡി അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സിമി വായിക്കാൻ പോവാണോ? ഞാൻ വായിക്കാം മിസ്. ഓക്കെ. Ma'am, I could not explain. I'm not feeling well, ma'am. What happened? Fever, ma'am. Fever. Okay, you take rest. And who is ready to explain this topic? ആരാ റെഡി ആയിട്ടിരിക്കുന്നത്? ഏതെങ്കിലുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ സ്കൂളിലെ കാര്യങ്ങൾ പറയുവാണേ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ സ്കൂളിലെ പ്രൊവിഷൻസ്, അവിടുത്തെ ഫെസിലിറ്റീസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
എനിവൺ? ഓക്കെ. സിബി വായിക്കാന്ന് പറഞ്ഞു. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് ആരാ പറഞ്ഞേ? റീജയാണോ ബിനിയാണോ? രണ്ടുപേരുടെ ഓഡിയോ ആണോ? ഞാൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി നോക്കട്ടെ. എന്നിട്ട് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ആഡ് ചെയ്യാം അല്ലെ? റീജയ്ക്കും ബിനിക്കും ആഡ് ചെയ്യാം. ഓക്കെ. അവർ രണ്ടുപേരും ഓഡിയോ ഓൺ ചെയ്തുകൊണ്ടാട്ടോ അവരുടെ പേര് പറഞ്ഞേ. ഇഫ് എനി വൺ ക്യാൻ ആഡ് മോർ പ്ലീസ്. യു ആർ വെൽക്കം. ഞങ്ങള് കുറച്ച് ദിവസം മുന്നേ ഒരു ഗൂഗിൾ മീറ്റ് കൂടിയായിരുന്നു. അപ്പം നമ്മൾ തീരുമാനിച്ചു നമ്മൾക്ക് വീഡിയോ ടേൺ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇനി ക്ലാസ് കേൾക്കാനും എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഷൈനസ് ഒക്കെ മാറി കിട്ടും. ടീച്ചേഴ്സും നമ്മളുമായിട്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വേണ്ടി അപ്രീഷിയേറ്റ് ദാറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്, നിങ്ങളുടെ ബാച്ച് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ഓക്കെ പ്ലീസ്. നമ്മളെല്ലാവരും നമ്മുടെ പ്രൈവസിയിലാണ് ഇരിക്കുന്നത്. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് നമ്മളുടെ ഈ ഒരു ക്ലാസ് നമ്മളെ വീട്ടിലുള്ള മറ്റുള്ളവരെ അഫക്ട് ചെയ്യരുത്. ഓക്കെ, അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ആ രീതിയിൽ നിങ്ങൾക്ക് വട്ട് എവർ യു ക്യാൻ ഡു പ്ലീസ് ഡു. ഓക്കെ പ്ലീസ്. Inside the school, a school has to arrange activities in following areas and in manners given below. നമ്മുടെ സ്കൂളിൽ ആക്ടിവിറ്റീസുകളും മാനേഴ്സുകളും കൊണ്ടുവരണം, ഫോളോ ചെയ്യണം അല്ല മിസ്? ഹലോ, കേൾക്കണില്ല? എന്താ സിമി പ്രോബ്ലം? റീഡ് ചെയ്തോ, കുഴപ്പമില്ല. എന്താണ്? അല്ല, ഞാൻ റീഡ് ചെയ്തപ്പോ അതിന്റെ ഒരു സെന്റൻസിന്റെ മീനിങ് പറഞ്ഞു എന്നുള്ളൂ, കേട്ടില്ല. ഞാൻ മ്യൂട്ട് ചെയ്തത് കാരണം റെസ്പോണ്ട് ചെയ്യാതിരുന്നതാ. ഓക്കെ, A school has to arrange activities in following areas and in manners given below. നമ്മുടെ സ്കൂളിൽ ആക്ടിവിറ്റീസുകളും മാനേഴ്സുകളും നൽകണം. ആക്ടിവിറ്റീസുകളൊക്കെ അറേഞ്ച് ചെയ്യണം. The school should be given situated in a place with healthy atmosphere. സ്കൂളിൽ അതിനുള്ള ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. റെഗുലർ ഹെൽത്ത് ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത് റെക്കോർഡ് ഓഫ് സ്റ്റുഡൻസ് ദി ഹെൽപ്പ് ഓഫ് ലോക്കൽ അതോറിറ്റീസ് മേ ഓൾസോ ബി അൺലിസ്റ്റഡ് ടു ഫോം ഹെൽത്ത് പ്രോഗ്രാം ഇൻ സ്കൂൾ. നല്ല ഹെൽത്തിനെ പറ്റിയിട്ട് റെഗുലർ ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് കുട്ടികളിൽ അതിൻ്റെ പ്രോഗ്രാമുകളും കാര്യങ്ങളും സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് തോന്നുന്നത്. പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ദി എൻസ്റ്റനൽ. ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ദാറ്റ് സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ക്ലീൻ ആൻഡ് ഹെൽത്തി ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വിത്ത് വിച്ച് ആർ മോർ നാച്ചുറൽ. സ്കൂളിൽ സ്റ്റുഡൻറ്റിന് നല്ല ക്ലീനായും വൃത്തിയായിട്ടുള്ള ഫുഡും വെള്ളവും എല്ലാതും നാച്ചുറൽ ആയിട്ടുള്ള എല്ലാതും കുട്ടികൾക്ക് കൊടുക്കണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ ഞാനൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. അതിനുശേഷം യു പീപ്പിൾ ക്യാൻ ആഡ് മോർ ആൻഡ് റിലേറ്റ് ഇറ്റ്. സോ നമ്മുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു സിമി നമുക്ക് വേണ്ടി വായിച്ചത്. സ്കൂള് നല്ല ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ലൈക്ക് ഏതെങ്കിലും വേസ്റ്റ് ആയിട്ട് ഡ്രെയിനേജ് ഏരിയയുടെ അടുത്തോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും, അതായത് ഫാക്ടറിയുടെ തൊട്ടടുത്ത് അവിടെ നിന്നുള്ള ശബ്ദവും അവിടെ നിന്നുള്ള സ്മോക്കും ഒന്നും കുട്ടികളെ ബാധിക്കരുത്. അപ്പൊ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം നമ്മുടെ സ്കൂള് ഇരിക്കേണ്ട സ്ഥലം, ആ സ്കൂളിന്റെ ആ ഒരു പ്ലേസ്. പിന്നെ സ്കൂളുകളിൽ റെഗുലർ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഹെൽത്ത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്കൂൾ അതോറിറ്റീസ് ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, അവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ, എന്തെങ്കിലും ഭക്ഷണത്തിനോട് അലർജി ഉണ്ടോ, എന്തെങ്കിലും മെഡിസിൻസിനോട് അലർജി ഉണ്ടോ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ
അതുപോലെ കാരണം അസുഖങ്ങൾ പലപ്പോഴും ചില കുട്ടികൾക്ക് ഹാർട്ടിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ സ്കൂൾ അതോറിറ്റീസിന് അറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന സമയത്ത്, ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് അന്ന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് കോളേജിന്റെ ഭാഗമായിട്ട് ഹോസ്റ്റൽ ഉണ്ടെങ്കിലും അതിലെല്ലാരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പൊ പലരും പേയിങ് ഗസ്റ്റ് ആയിട്ടൊക്കെ പുറത്തൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ബോയ്സിനാണെങ്കിൽ ഹോസ്റ്റലേ ഇല്ല. അപ്പൊ അവരെല്ലാരും ഇതുപോലെ പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. ഒരു ദിവസം ഈവനിങ് ഞങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദം, ഈ ഫയർഫോഴ്സിന്റെ ആ ഒരു അലാമില്ലേ, ആ ശബ്ദം കേൾക്കും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്താ തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് കോള് വരികയാണ്. ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു ബോയ്, ആള് മരിച്ചത് കിണറിൽ വീണാണ് മരിച്ചത്. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇവരെല്ലാരും കൂടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പൊ ആള് ഭയങ്കര ടയേർഡായപ്പോ കിണറിന്റെ സൈഡിൽ പോയിരുന്നു. അപ്പൊ അങ്ങനെ മറിഞ്ഞു വീണു. അപ്പോ കോളേജ് ചെങ്ങന്നൂരും ഈ കുട്ടിയുടെ വീട് കോഴിക്കോടുമാണ്. കോഴിക്കോട് നിന്ന് പെട്ടെന്ന് തന്നെ റിലേറ്റീവ്സ് എത്തി. അപ്പൊ കൂടെയുള്ള ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് പാനിക് ആയി. കാരണം എന്താന്ന് വെച്ചാല് കിണറിൽ ഒരാൾ വീണ് മരിക്കുക എന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങൾ ഓർക്കുമല്ലോ. തള്ളിയിട്ടതാണോ, കിണറിൽ ചാടിയതാണോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പോസ്റ്റ്മോർട്ടം ചെയ്തു. ആൾക്ക് ക്രോണിക് ആയിട്ട് ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കുട്ടിയായിരുന്നു. അപ്പൊ ഇങ്ങനെ കളിച്ചപ്പോ ഭയങ്കരമായിട്ട് ആർക്കും അറിയില്ലായിരുന്നു, ഫ്രണ്ട്സിനും അറിയില്ലായിരുന്നു, കോളേജ് അതോറിറ്റീസിനെ പാരന്റ്സും അറിയിച്ചിട്ടില്ല ഇങ്ങനെ പ്രോബ്ലം ഉള്ള ആളാന്നുള്ളത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ ഹാർട്ട് ഫെയിലിയർ വന്ന് മരിച്ചാണ് കിണറിലേക്ക് വീണത്. ലങ്സിലേക്കൊന്നും വെള്ളം കയറി അങ്ങനെയൊന്നും അല്ല ആള് മരിച്ചത്. ക്രിക്കറ്റ് കളിച്ചു, അത്രയും ഒരു സ്ട്രെസ് എടുത്തപ്പോഴേക്കും പെട്ടെന്ന് അങ്ങനെ അത്രയും ആൾക്ക് സ്ട്രെസ് എടുക്കാൻ പാടില്ലാത്തതായിരുന്നു. ഒരു സ്പിരിറ്റില് ഫ്രണ്ട്സുമായിട്ട് ക്രിക്കറ്റ് കളിച്ചതായിരിക്കാം. അപ്പൊ അങ്ങനെ പെട്ടെന്ന് പെയിൻ വന്നു. മരിച്ചിട്ടാണ് അങ്ങനെ ഇരുന്നു, മരിച്ചു വീഴുമായിരുന്നു കിണറിനകത്തേക്ക്. റിലേറ്റീവ്സ് പറഞ്ഞു ഇങ്ങനെ അസുഖം ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടെ വന്നപ്പോഴേക്കും നമുക്ക് ലോസ് സംഭവിച്ചു. പക്ഷെ കുറെ ഗിൽറ്റി ഫീലിങ്ങോട് കൂടി ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ. കാരണം എല്ലാരും അവരുടെ നേരെ ചോദിക്കുവാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, തള്ളിയിട്ടോ, അതോ ചാടിയതാണോ ആള്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മരിച്ചിട്ടാണ് ഇതിലേക്ക് വീഴുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് നമ്മൾ സ്കൂളിലെ കുട്ടികളുടെ ഒരു ഇപ്പൊ എന്റെ മോന്റെ ഒക്കെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അവരൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്യണം. അലർജിക്ക് ആണോ, മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, ഹൈറ്റ് എത്ര, വെയിറ്റ് എത്ര, എല്ലാ വർഷവും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ചെക്കപ്സ് വെക്കും. ചെക്കപ്പ് കൂടുതലായും സ്കൂളുകളിൽ വെക്കുന്നത് ഏതാ, ഐ ചെക്കപ്പ്, അതുപോലെ തന്നെ ഇയർ, പിന്നെ ഡെന്റൽ ചെക്കപ്പ്. ഇതാണ് കൂടുതലും കുട്ടികളിൽ വെക്കാറ്. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ സ്കൂളിൽ നിന്ന് അങ്ങനെ സ്കൂളിൽ വന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തരുമല്ലോ അല്ലെ. അങ്ങനെ പല രീതിയിലുള്ള ഹെൽത്ത് പ്രോഗ്രാംസും അറേഞ്ച് ചെയ്യാം. കണക്ടിങ് വിത്ത് ലോക്കൽ അതോറിറ്റീസ്, അത് യൂട്ടിലൈസ് ചെയ്യാം. ഈ ലോക്കൽ അതോറിറ്റീസിന്റെ പല പ്രോഗ്രാംസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ചിലപ്പോൾ ഡിഫൻസ്, എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്ന അങ്ങനെയൊക്കെ ക്ലാസ്സസ് ഒക്കെ കൊടുക്കുമല്ലോ കുട്ടികൾക്ക്. അങ്ങനെ ആ രീതിയിലും, അതുപോലെ തന്നെ അസുഖങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുന്നതും ആ രീതിയിലുള്ള പല കാര്യങ്ങളും ലോക്കൽ അതോറിറ്റീസുമായിട്ട് കണക്ട് ചെയ്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. അത് യൂട്ടിലൈസ് ചെയ്യാം, നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താം. പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ സ്കൂളിൽ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരിക്കാം. കുട്ടികൾ കളിക്കുമ്പോൾ വീഴാം, തമ്മിലിടിക്കാം, അങ്ങനെ പല ഇഞ്ചുറീസ് സംഭവിക്കാം, പെട്ടെന്ന് തളർന്നു പോവാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് നല്ല ക്ലീൻ ഹെൽത്തി ഫുഡാണോ കിട്ടുന്നതെന്ന് ഉറപ്പാക്കണം. അതുപോലെ തന്നെ നല്ല ക്ലീൻ വാട്ടർ, അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഫുഡും വാട്ടറും അവിടെ അവൈലബിൾ ആണെന്നുള്ളത് സ്കൂളുകൾ ഉറപ്പാക്കും. സ്കൂളിന്റെ അഫിലിയേഷൻ എല്ലാം ഇതിനെ ബാധിക്കുന്നതാണ്. ഇങ്ങനെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. ടോയ്ലറ്റ് അത് ക്ലീൻ ആണോ, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടോ, ക്ലീനിങ് പർപ്പസിനുള്ള വാട്ടർ നല്ലപോലെ അവൈലബിൾ ആണോ, പ്ലേയിങ് ഏരിയ എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. ക്ലാസ് റൂമിൽ എത്ര കുട്ടികളുണ്ട്, ഒരു ബെഞ്ചിൽ എത്ര പേര് ഇരിക്കുന്നു, ഇതെല്ലാം ഇവരുടെ ആ ഒരു അഫിലിയേഷൻ അങ്ങനെ ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഔട്ട്സൈഡ് ദ സ്കൂൾ, അതാണ് അടുത്തത് വരുന്നത്. ഓക്കെ, ഇൻസൈഡ് ദ സ്കൂൾ എനി വൺ ക്യാൻ റിലേറ്റ്. നമ്മളുടെ റീജിയൻ വേറെ ആരോ രണ്ടുപേര് അത് റിലേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് തോന്നുന്നു.
അവര് മാത്രമല്ല വേറെ ആർക്കൊക്കെ നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് സ്കൂളിലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് സൗകര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പ്ലീസ്. ഞാനവിടെ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ചെറുതാകുമ്പം എനിക്ക് എൻ്റെ കൂടെ ഒരു അയൽക്കാരനുണ്ടായിരുന്നു. അവന് എന്തൊരു ഓട്ടിസം പോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ കോമൺ ആയിട്ടുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നേ. എന്നെക്കാളും ഒരു 2 വയസ്സിന് ചെറുതാ. അപ്പം ഞങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ അവൻ ഇപ്പം ഞാൻ 4-ൽ അങ്ങാണ്ടാകുമ്പോൾ അവൻ 2-ലും 3-ലും അങ്ങനെ അത്രയും ഡിഫറൻസേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഗ്രൗണ്ടിൽ പിള്ളേരെല്ലാം കൂടി നിന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ മാം അവന് എന്തുകൊണ്ടെന്നറിയില്ല, അവന് മോഷൻ വല്ലാണ്ട് ലൂസായിട്ട് പോയി എന്ന് വെച്ചാൽ ഗ്രൗണ്ടിന്റെ സെന്ററിൽ നിന്നിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ അതിന്റെ നടുക്ക് നിന്നിട്ട് അവനും ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓടി ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ അത്രേ ആയിട്ടുള്ളൂ. ഞാൻ 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ. എന്നിട്ട് ഞാൻ അവിടുന്ന് അങ്ങനെ പോയിട്ട് സ്റ്റാഫ് റൂമിൽ പോയിട്ട് എൻ്റെ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ഇങ്ങനെയുണ്ട്, അവനെല്ലാവരും കളിയാക്കിയിരിക്കുന്നത്, ടീച്ചർ എന്തെങ്കിലും ചെയ്തിട്ട് അവനെ കൂട്ടിക്കൊണ്ട് വരുമോന്ന്. അപ്പൊ മിസ് പറഞ്ഞു നീ അവന്റെ ക്ലാസ് ടീച്ചറോട് പോയി പറയാൻ. പക്ഷെ മിസ്സെ ഞാൻ നോക്കിയിട്ട് അവന്റെ ക്ലാസ് ടീച്ചറെ എവിടെയും കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ബാത്റൂമിൽ കയറ്റിയിട്ട് കുറെ വെള്ളം ഒഴിച്ചു, മേത്തൊക്കെ കുറെ വെള്ളം ഒഴിച്ചു. പക്ഷെ എനിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം തുടയ്ക്കാനാണെങ്കിലും നമ്മൾ തുണികളും കാര്യങ്ങളും ഒന്നും ഇല്ല. എന്നിട്ട് സ്റ്റാഫ് റൂമിൽ പോയി കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു പ്യൂണ് പണ്ടത്തെ ആഡിയോ യൂണിഫോം എടുത്ത് കൊണ്ട് തന്നു. വലിയൊരു യൂണിഫോം, ഒരു ഷർട്ടും ഒരു ട്രൗസറും കൊണ്ട് തന്നു. എനിക്ക് അത് എങ്ങനെയൊക്കെയോ അവനെ ഇടിപ്പിച്ചിട്ട് അവന്റെ ആ ഉള്ള സാധനമൊക്കെ ഞാൻ അങ്ങനെ ഒരു കവറിലാക്കിയിട്ട് കെട്ടി വെച്ചിട്ട് അവന്റെ ബാഗിൽ തന്നെ ഇട്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും മിസ് വന്നിട്ട് അവന്റെ അച്ഛനമ്മേനെയും വിളിപ്പിച്ച് കൊണ്ടുപോയി. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് പറഞ്ഞ ആ ടീച്ചർ പറഞ്ഞു അവന്റെ ക്ലാസ് ടീച്ചറോട് പോയി പറഞ്ഞേക്ക് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ അവന് അത് മനസ്സിലാവാനുള്ള ആ ഒരു ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരിക്കും കൂടെ നിന്ന പിള്ളേരെല്ലാം ചിരിക്കുന്നുണ്ട്, അതിന്റെ കൂടെ അവനും ചിരിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ ചെറിയ കുട്ടിയാണ് ഞാൻ ആ ചെറിയ സമയത്തുള്ള പക്ഷെങ്കിൽ അത് എത്രയോ വലുതായിട്ട് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് അതങ്ങനെ പോയിട്ടേ ഇല്ല. പിന്നെ അവൻ കുറച്ച് വലുതായപ്പോ വേറെ സ്കൂളിലേക്ക് പോയി. പക്ഷെ ഇപ്പോഴും ഞാൻ അവനെ കാണലുണ്ട് അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ. ഇപ്പൊ കാണുമ്പോൾ അവൻ ചിരിച്ചിട്ട് ഇപ്പം ഉഷാറായി, നല്ല അങ്ങനെ മോശപ്പെടുന്ന നല്ല ഉഷാറായി മുടിയൊക്കെ ചീവി സുന്ദരനായിട്ടായി നടക്കുക. ഇപ്പൊ കാണുമ്പോൾ ചിരിക്കും, കൈയൊക്കെ കാണിക്കും. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഞാൻ ടീച്ചറാ, ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ടീച്ചറാവാൻ പോവാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുക അങ്ങനത്തെ കുട്ടികളായിരിക്കും. എനിക്ക് ഒരു സ്പെഷ്യൽ സ്കൂളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം. എന്തെന്ന് വെച്ചാല് ആ ഒരു സിറ്റുവേഷൻ കണ്ടു വന്നുകൊണ്ട് അങ്ങനെ ആവരുത് എന്നാ ഞാൻ എല്ലാവർക്കും പറയാനുള്ളത്. Okay, Rija. I'm very proud of you. Okay, I just wish to meet you soon also. എനിക്ക് ഭയങ്കര സന്തോഷമായി റീജയുടെ ആ അന്നത്തെ പ്രായം, ആ ഒരു ടീച്ചർ അവർക്ക് എന്താ പറയാ, അവര് ഡിസേർവ് ചെയ്യുന്നില്ല അല്ലെ ആ ഒരു ചെയറിൽ ഇരിക്കാനായിട്ട്. അതൊക്കെ ആലോചിക്കാനേ വയ്യ അവരങ്ങനെ പെരുമാറിയത്. അത് എന്ത് കേസസ് ആണെങ്കിലും ആ ക്ലാസ് ടീച്ചറോട് പറയൂ എന്ന് പറഞ്ഞതേ. ഓക്കെ, എന്തായാലും റീജയ പറഞ്ഞത് എല്ലാരും ഒന്ന് മനസ്സിൽ വെക്കുക. കാരണം ഇതുപോലുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും പലർക്കും ഉണ്ടാകാം. പിന്നെ ആ കുട്ടിക്ക് ആ ഒരു പറഞ്ഞത് ശരിയാണ്, ആ ഒരു സെൻസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഹിം അതൊന്നും അവന് മനസ്സിലാവണില്ല. മറ്റു കുട്ടികൾ ചിരിക്കുമ്പോൾ അതുപോലും മനസ്സിലാക്കാനുള്ള ചിലപ്പോൾ സെൻസ് അവന് വന്നിട്ടുണ്ടാവുകയായിരിക്കും. ഓക്കെ, ഫൈൻ. Okay, anything you people can relate or add? എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനോ? എൻ്റെ മോളെ സ്കൂളില് വീക്കിലി ഒരു പീരീഡ് യോഗ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഹെൽത്ത് ആയിട്ട് നിൽക്കുന്ന യോഗ, അതുപോലെ നമ്മള് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് PT പീരീഡ് അല്ലാണ്ട് തന്നെ സെപ്പറേറ്റ് യോഗ ടീച്ചർ ഉണ്ട് അവർക്ക് സ്കൂളിൽ. യോഗ കൊടുക്കുന്നാറുണ്ട് അവരുടെ സ്കൂളിൽ. Very good. Anything else? Okay. Okay, so നമ്മള് ഇൻസൈഡ് സ്കൂളാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഔട്ട്സൈഡ് സ്കൂൾ, സ്കൂളിന് പുറത്ത്. നമുക്കറിയാം നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അവർ മോർ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം സ്കൂളിൽ തന്നെയാണ്. ഓക്കെ,
അപ്പൊ അവിടെ ടീച്ചർമാരുടെ റെസ്പോൺസിബിലിറ്റി അത്രയും കൂടുതലാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. നാളെ നിങ്ങളും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ ഭാഗമാകാൻ പോകുന്നവരാണല്ലോ. ഓക്കെ, ഇനി സ്കൂളിന് പുറത്ത് നമുക്ക് കുറച്ചധികം കാര്യങ്ങളുണ്ട്. സ്കൂളിന് പുറത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരു 5 points. അത് ഒരു മുഴുവൻ റീഡ് ചെയ്യാൻ ആരാളുള്ളത്? യെസ്, യെസ് പ്ലീസ്. Outside the school. Standard of living. If the standard of living of the society is high, the health and hygiene of the people can be untouched. It should be the cooperation of the society and the government to raise standard of living of the people. Sanitation and hygiene. Sanitation and hygiene of the city or village is very important. If the city is dirty and the premise of the school is not clean, children cannot escape falling prey to disease. Food and clothes. Food provided to children should be healthy and clothes they put on should be neat and clean. Such children remain healthy at school. Clothes should be neither too tight nor too loose. House. The location and plan of the house have a good role in keeping the health of the people in good. Ventilation and sunlight is necessary. Atmosphere should be neat and free from unhealthy conditions. Interior. The interior should be kept neat and clean for the children to be free from unhealthy situations. ഓക്കെ, ആരായതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പ്ലീസ്? എന്തെല്ലാം പറയണം? ഓക്കെ, ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം, കണക്ട് ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും റിലേറ്റഡ് വിത്ത് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ റെസിഡൻസ്. യെസ് പ്ലീസ്. യെസ് പ്ലീസ്. Is the standard living the society in high and healthy hygiene? ഇത് നമ്മുടെ സ്കൂള് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലിവിങ് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടക്ട് ചെയ്യുന്നത്, അതേപോലെ ഹെൽത്തി ആരോഗ്യപരവും അതേപോലെ ഒരു ആരോഗ്യപരമായിട്ടുള്ള എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക, ഹൈജീൻ പുറപ്പെടുപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് സ്കൂളുകളിൽ. ഈ ഷുഡ് ബി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കൂട്ടം ആളുകൾ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഗവൺമെന്റിൽ എങ്ങനെയാണ് കൂട്ടി നിൽക്കുന്നതെന്നും ഈ റൈറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ദ പീപ്പിൾ, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. ഒരു കൂട്ടം ആളുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൂട്ടി നിൽക്കുന്നുണ്ട്. അവരെ പീപ്പിൾ എങ്ങനെയാണ് നമ്മൾ ലിവിനായിട്ട് ഗവൺമെന്റിൽ നിന്ന് ലിവിനായിട്ട് എങ്ങനെയാണ് സൊസൈറ്റി നിലനിൽക്കുന്നതാണെന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റുവേഷൻസ് ടു ഹൈജീൻ, സ്റ്റാറ്റുവേഷൻസ് ഓഫ് ഹൈജീൻ സിറ്റി ആൻഡ് വില്ലേജ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഹൈജീൻ, ഹെൽത്തി ഹൈജീൻ എങ്ങനെയാണ് സിറ്റിയിലും വില്ലേജിലും എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ്, അവർ വളരെ എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ്, അവർക്ക് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നും സിറ്റി ഡയറക്ട്ലി ആൻഡ് പെർമിഷൻസ് ഓഫ് സ്കൂൾ ആൻഡ് നോട്ട് ക്ലീൻ, സ്കൂളിലും അതേപോലെ നോട്ട് ക്ലീൻ, സ്കൂളിൽ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ്, ഹൈജീൻസ് എങ്ങനെയൊക്കെയാണ് പുറപ്പെടുപ്പിക്കുന്നത്, നോട്ട് ക്ലീൻ, ക്ലീനഡ് ആണോ, അതുപോലെ ചിൽഡ്രൻസ് cannot escape feeling this petty diseases, എങ്ങനെ അവർക്കുള്ള ഡിസീസസ് എങ്ങനെ വരുമോ, അതുപോലെ നോട്ട് ക്ലീനഡ് ആണോ, എങ്ങനെയൊക്കെയാണ് ഇതിലുള്ളതൊക്കെ കുട്ടികൾ കണ്ടെത്തും. ഫുഡ് ആൻഡ് ക്ലോത്ത്, എങ്ങനെ ഭക്ഷണവും അതുപോലെ തുണികളുമായിട്ടുള്ള the food that provided to children should be healthy and clothes they put on should neat and clean. ഫുഡ് നല്ല വസ്ത്രങ്ങളും നല്ല ഉടുപ്പുകളും ഇടാനുള്ള കുട്ടികൾക്ക് നൽകണം. അതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല വൃത്തിയും അതുപോലെ ക്ലീനും ആയിരിക്കണം. ദ ചിൽഡ്രൻസ് റിമെയിൻ ഹെൽത്തി സ്കൂൾ, അതായത് സ്കൂളുകളിൽ കുട്ടികൾ നല്ല വൃത്തിയും അതുപോലെ നല്ല തരത്തിലുള്ള പലതരത്തിലുള്ള നല്ല ഫുഡുകൾ കൊടുക്കണം. അവർ ഹെൽത്തി ആരോഗ്യപരമായിട്ട് സ്കൂളുകൾ കുട്ടികളെ കണ്ടക്ട് ചെയ്യണം. The clothes should be neither too either
or to lose. എന്ന് വെച്ചാൽ ക്ലോത്ത് കുട്ടികൾക്ക് നല്ല വസ്ത്രങ്ങൾ കൊടുക്കണം. നൈതർ പരുത്തി പോലത്തുള്ള തുണികൾ കുട്ടികൾക്ക് ലൂസ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക എന്നാണ് പറയുന്നത്. ഹൗസ് വീട്ടിൽ നിന്നുള്ള ചുറ്റുപാടുകൾ എങ്ങനെയാണ് കുട്ടികളെ നിയന്ത്രിക്കുന്നത്. ലൊക്കേഷൻസ് ഓഫ് ലാൻഡ് ഓഫ് ഹൗസ് ഫുഡ് റൂട്ട് നല്ല ചുറ്റവട്ടത്തിലൂടെ നീങ്ങുക. അതേപോലെ കീപ് ഹെൽത്ത് നല്ല ആരോഗ്യം നോക്കുക. അതുപോലെ പീപ്പിൾ ഫുഡ് വെന്റിലേഷൻ ആൻഡ് സ്റ്റഡിങ് വെന്റിലേഷനിലൂടെയും സൺലൈറ്റ് പുറത്തുള്ള സൂര്യതാപവും എങ്ങനെയാണ് നിലനിൽക്കുന്നത്. ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദി ഷുഡ് ബി നീറ്റ് ആൻഡ് ഫ്രീ ഫ്രം അൺഹെൽത്തി നല്ല ആരോഗ്യപരവും നല്ല ആരോഗ്യപരവും അൺഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷൻസ് മോശമായിട്ടുള്ള ആരോഗ്യം നോക്കാതിരിക്കുക. നല്ല രീതിയിലുള്ള ആരോഗ്യം നമ്മൾ കണ്ടെത്തുക. ഇന്റീരിയർ ഷുഡ് ബി കീപ് ഇറ്റ് neat and clean for the children to free from unhealthy situations. മോശമായ ആരോഗ്യം എങ്ങനെയാണ് നമ്മൾ സിറ്റുവേഷൻസിലൂടെ നിയന്ത്രിക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഷുഡ് ബി കീപ്പ് നല്ല ഇന്ത്യയിൽ ഉള്ളിലുള്ള ഇന്ത്യയിൽ എങ്ങനെ നമ്മൾ ക്ലീൻ ആയിട്ട് കുട്ടികളെ നിയന്ത്രിക്കുന്നത്. കുട്ടികൾക്ക് എങ്ങനെയാണ് അത് തോന്നുന്നത്. Okay, Ania, thank you so much and all of you. Okay, standard of living അല്ലെ, നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് സ്റ്റാറ്റസുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ആ സൊസൈറ്റിയിൽ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് ഹൈജീനിനെ പറ്റി നല്ല അവയർനെസ്, ഹെൽത്തിനെ പറ്റി നല്ല അവയർനെസ്, നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഓരോ ആക്ഷൻസും അത് നല്ല രീതിയിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറ്റുക. അതായത് ആ രീതിയിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവിടെ ആ സൊസൈറ്റി മുഴുവനും ഒരു ഹെൽത്തി സൊസൈറ്റി ആയിരിക്കും. അവിടെയുള്ള ആൾക്കാരെ ക്യാൻ ബി അൺടച്ച്ഡ് എന്ന് പറഞ്ഞാൽ നോട്ട് അഫക്റ്റഡ്. അവരെ അസുഖങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ബാധിക്കില്ല. അപ്പൊ അങ്ങനെ ഓരോ സൊസൈറ്റിയും അങ്ങനെ ആകുവാണെങ്കിൽ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഓരോ സൊസൈറ്റിയിലും ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടിയാൽ മതി ഗവൺമെന്റിന്. അതിന് വേണ്ടുന്ന ഇന്റർവെൻഷൻസ് നടത്തിയാൽ മതി. അതിന് വേണ്ടുന്ന ഹെൽത്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അതിന് വേണ്ടുന്ന അവയർനെസ് പ്രോഗ്രാംസ് ലോക്കൽ അതോറിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഓരോ സൊസൈറ്റിയുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. അങ്ങനെ ഓരോ സൊസൈറ്റിയും ഹെൽത്തി ആകും. സൊസൈറ്റി ഹെൽത്തി ആകുമ്പോൾ നാട് മുഴുവനും ഹെൽത്തി ആയി അല്ലെ. നെക്സ്റ്റ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. നമ്മൾക്കറിയാം കൊറോണ സമയത്ത് ഭയങ്കരമായിട്ട് സാനിറ്റേഷൻ, അതായത് ആ പേഷ്യന്റ് ഡെത്തായി കൊണ്ടുപോയ ആംബുലൻസ് ഉൾപ്പെടെ എല്ലാം സാനിറ്റൈസ് ചെയ്യുന്ന കാണാം. എവിടെയെങ്കിലും ഒരാൾ ഇൻഫെക്റ്റഡ് ആയി, അതൊരു സൂപ്പർ മാർക്കറ്റിൽ ആണ് അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സാനിറ്റൈസ് ചെയ്യുന്ന കാണാം. അയാൾ ഇരുന്ന ഭാഗങ്ങൾ അങ്ങനെയൊക്കെ സാനിറ്റേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ വീടുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങൾ. പുറത്തു പോയിട്ട് വരുമ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാനിറ്റേഷനും ഹൈജീനും വില്ലേജുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിറ്റി ഡേർട്ടി ആണെങ്കിൽ ഡേർട്ടിയാണ്. സ്കൂളിന്റെ പ്രിമൈസസ്, സ്കൂളിലെ ചുറ്റുപാടുകൾ ക്ലീൻഡ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ, അത് നാട്ടിലും സ്കൂളിലും എല്ലായിടത്തും ഡേർട്ടി ക്ലീൻ അല്ല എങ്കിൽ കുട്ടികൾ പെട്ടെന്ന് തന്നെ, കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണല്ലോ, കുട്ടികൾ പെട്ടെന്ന് തന്നെ അസുഖത്തിന് ഇരയാകും. അവർ പെട്ടെന്ന് തന്നെ ഇല്ലസിലേക്ക് പോകും. പിന്നെ കൊടുക്കുന്ന ഫുഡ് അത് വളരെ ഹെൽത്തി ഫുഡ് ആയിരിക്കണം. ക്ലോത്ത്സ് നീറ്റും ക്ലീനും ആയിരിക്കണം. അത് കൂടുതൽ ടൈറ്റും ആകരുത്, ഭയങ്കര ലൂസും ആകരുത്. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികള് ഹെൽത്തി ആയിരിക്കും സ്കൂളുകളിലും വീട്ടിലും നാട്ടിലും ഒക്കെ. വീടിന്റെ ലൊക്കേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് റോള് തന്നെയാണ്. സ്കൂള് നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ വേണമെന്ന് പറയുന്ന പോലെ തന്നെ വീടും അങ്ങനെയായിരിക്കണം. നല്ല വെന്റിലേഷൻ, എയർ സർക്കുലേഷൻ, നല്ലപോലെ കാറ്റ് കയറണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ സൺലൈറ്റ് നല്ലൊരു ആന്റിസെപ്റ്റിക് ആണെന്ന് തന്നെ പറയാം. ഒരു കീടാണുനാശിനി. നമ്മളുടെ വീടുകളിൽ അങ്ങനെ അടുക്കളൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാല് ഈ ഡാമ്പ്, അതായത് നനഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ഫംഗസ് പെട്ടെന്ന് വരും. സൺലൈറ്റ് വരുമ്പോൾ അതെല്ലാം ഡ്രൈ ആവും. അതല്ലേ നമ്മള് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് നല്ലപോലെ വെയിലത്ത് ഉണക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞു ബേബീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഡ്രസ്സ് നല്ലപോലെ വെയിലുണക്കി സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന കേൾക്കാറില്ലേ പ്രായമുള്ളവര്. ഈ മഴക്കാലമാണെങ്കിൽ അയൺ ചെയ്യണം എന്ന് പറയും. ചൂട് കൊടുക്കണം ആ ക്ലോത്തിൽ. അതിൽ അണുക്കൾ ജേർമ്സ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്
ഒന്നും ഉണ്ടാകരുന്ന് ഉള്ളത് കൊണ്ടാണ്. കാരണം അവരത്രയും ടെൻഡറാണ്, അവരുടെ ബോഡി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അത് അത്രയും 9 months അമ്മയുടെ വോമ്പിൽ ഇരുന്നിട്ട് അവർക്ക് പരിചയമില്ലാത്തൊരു എൻവയോൺമെന്റിലേക്ക് അവർ വരുക. അപ്പൊ അതുമായിട്ട് അഡാപ്റ്റഡ് ആകണം, പൊരുത്തപ്പെടണം, അഡ്ജസ്റ്റഡ് ആകണം ചുറ്റുമുള്ള സറൗണ്ടിങ്സുമായിട്ട്. അതിന് കുട്ടികൾക്ക് സമയമെടുക്കും. അപ്പോൾ അവർ പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. സോ സൺലൈറ്റ് വളരെ ആവശ്യമാണ്. അറ്റ്മോസ്ഫിയർ വളരെ നീറ്റും ക്ലീനുമായിരിക്കണം. അൺഹെൽത്തി കണ്ടീഷൻസ് നമ്മളുടെ വീട്ടിലൊന്നും ഉണ്ടാകാൻ പാടില്ല. വേസ്റ്റ് കുമിഞ്ഞു കൂടിക്കിടക്കുക, അവിടെ വെള്ളം കെട്ടിക്കിടക്കുക, ചിരട്ടകളിലും പാത്രങ്ങളിലും ചെടിച്ചട്ടികളുടെ ആ ഒരു വയ്ക്കുന്ന ഒരു ചെറിയൊരു പാത്രം പോലെയില്ല, അതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുക, വെള്ളം തുറന്നിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വരും. അൺഹെൽത്തി കണ്ടീഷൻസ് ആണ് അതെല്ലാം. ഭക്ഷണങ്ങൾ തുറന്നിരിക്കുക, അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കണം. വീട് നല്ല ക്ലീൻ ആക്കണം. പിന്നെ ഫർണിച്ചർ ഇന്റീരിയറിന്റെ കേസിൽ ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം, എപ്പോഴും നീറ്റും ക്ലീനും ആയിരിക്കണം. കാരണം ഡസ്റ്റ് അലർജി പല പ്രശ്നങ്ങൾ ചിലപ്പോൾ ആസ്മയ്ക്ക് വരെ കാരണമായേക്കാം. അപ്പൊ അങ്ങനെയുള്ള അൺഹെൽത്തി സിറ്റുവേഷൻസ് ഒക്കെ മാറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഇന്റീരിയറും കാര്യങ്ങളും എല്ലാം. നമുക്കൊരു ചെറിയ ടോപ്പിക്കും കൂടി ഉള്ളൂ, അത് കഴിയുമ്പോഴേക്കും ഈ ഒരു ചെറിയ ടോപ്പിക് എല്ലാം ഉണ്ടല്ലേ. മേ ബി 1 day or 2 day ഈ ലെസൺ തീരും. ഓക്കെ ഫൈൻ, താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് കാര്യങ്ങൾ ഉണ്ടോ? പ്ലീസ്. Okay. My dear students and dear Jisha Miss, as our session for today generally comes to a close, I want to share a little story. Imagine our class today as a small but fertile patch of garden. At the beginning, we each brought a tiny seed. A tiny seed, perhaps a question we were curious about, a concept we wanted to understand, or an idea we were eager to share. Throughout our time together, our Jishamis acted as a careful gardener, providing the sunlight of guidance, the water of explanation, and the rich soil of discussion. We, the students, were like the young shoots, tentatively reaching out, absorbing the nourishment provided. Some seeds sprouted quickly, their understanding blossoming into insightful comments. Others took a little more time, quietly developing their roots and preparing for future growth. Today, the sun is beginning to set on our garden for now. The seeds we planted have been tended to. Some have shown their first leaves, and all have been given the opportunity to take root. While the activity in the garden may pause for a while, the growth continues beneath the surface. Thank you, Jisha ma'am, for your dedication in cultivation this space for learning and growth. And thank you, students, for your active participation and the unique seeds you brought to our garden today. Let's look forward to our next session where we can continue to nurture these seeds and watch your collective garden flourish. Have a wonderful rest of your day. Warmly, this is Grishma signing out this class. Thank you. Okay, thank you. Thank you, Okay, ma'am. let us bloom together. Okay, bye. സ്റ്റാർട്ട് ചെയ്യാം മാം. Thank you, ma'am. അത് രണ്ടാം റെക്കോർഡ് വർക്ക് ഞങ്ങൾ ആദ്യത്തെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ആണോ? റെക്കോർഡ് ഞങ്ങൾ എങ്ങനെയാ തന്നെ എഴുതാനാണോ റൈം, ഇങ്ങനെ തന്നെ കണ്ടെത്തി എഴുതാനാണോ റൈം ഒക്കെ? അതെ, പക്ഷെ ഞാനൊന്ന് ക്ലാസ്സിലെ ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം പോരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. അത് മതി മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മാം ഒന്ന് പറഞ്ഞു. Next day I have completed the rhyme record also. Yeah, sure. Okay then, bye. കംപ്ലീറ്റ് ആയി മാം. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am. Thank you, ma'am. മാം ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് മാം. നമ്മള് ടീച്ചേഴ്സ് പ്രാക്ടീസ് ഞങ്ങൾ വിടുമ്പോ എത്ര 3 മാസമാണോ 1 year ആണോ നമ്മള് പ്രാക്ടീസ് ചെയ്യേണ്ടത് ടീച്ചറെ? എന്താ ടീച്ചിങ് പ്രാക്ടീസ് ആണോ? ആ, നമ്മള് 1 year ആണോ 3 മാസമാണോ പ്രാക്ടീസ് ചെയ്യേണ്ടത്? ടീച്ചിങ് പ്രാക്ടീസ് ആണോ?
10 to 15 days is enough. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇയർ ഒന്നും വേണ്ട, അതൊക്കെ ആ സ്കൂൾ സമ്മതിക്കുമോ? ചിലർ കണ്ടിന്യൂ ചെയ്യാൻ പറയും, അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറയും. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ എൻ്റെ മോളുടെ സ്കൂളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ജൂണിൽ തുടങ്ങി ഇന്റേൺഷിപ്പിന് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജൂണിൽ തുടങ്ങി അവിടെ കയറണം. അപ്പൊ ഫസ്റ്റ് നമ്മള് 15 ദിവസം അല്ലെങ്കിൽ 1 മാസം വരെ നമുക്ക് എടുക്കാമല്ലോ. അപ്പൊ ക്ലാസ് ഉണ്ടാവോ നമുക്ക് ഇവിടെ? ക്ലാസ് ഉണ്ടാവും. ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഓക്കെ. അങ്ങനെ കുറച്ച് പേര് പറഞ്ഞായിരുന്നു ജൂൺ തുടങ്ങി പോകുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ ജൂൺ തുടങ്ങി കയറാന്ന് ഓർത്തു. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടൊരു ടെൻഷൻ, എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. ജൂണിലാവുമ്പോ ആകില്ലേ? 6 മാസം ആകുമ്പോ ജൂണൊക്കെ ആകുമ്പോഴേക്കും ജൂണിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കയറാനായിട്ട്. ഓക്കെ. അപ്പൊ അവിടെ വേക്കൻസിയും ഉണ്ട്. ഇപ്പൊ ചിലപ്പോ അവിടെ കയറാനായിട്ട് പറ്റും. ഓക്കെ മാം. ഓക്കെ, ബൈ. Bye. See you.